ശ്രീ കെനഡി, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്, തഞ്ചേടമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫണ്ട്, അതായത് സർക്കാർ ഫണ്ട് ഉപേക്ഷിക്കണം. തൃശ്ശൂർ ടൗൺ ലൂർദ് മാതാ പള്ളി അടക്കം ഖബർസ്ഥാൻ കയ്യേറിയാണ് നിർമ്മിച്ചത്. PFIയുടെ ആശയം പൂർത്തിയാക്കാനായി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ തോന്നും? നോക്കൂ, നമ്മുടെ നാട്ടിൽ ഞാനതാണ് പറഞ്ഞത്, LDFിലാണെങ്കിലും UDFിലാണെങ്കിലും പാർട്ടി നേതാക്കന്മാർ ബോധപൂർവം ഇതിനെ വളർത്തിയെടുക്കാൻ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും ചെയ്യുന്നു എന്ന് നമുക്ക് വ്യക്തമാവും. ഇപ്പോൾ CPMൻ്റെ അതിനകത്ത് നമുക്കറിയാം, CPMൻ്റെ ഒരു കമ്മിറ്റി കൂടുന്നു. കമ്മിറ്റി കൂടുന്നത് ഒരു പക്ഷേ മിക്കവാറും പാതിരാത്രിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു 8 മണിക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 9 മണിക്കൊക്കെ ആയിരിക്കും രാത്രിയിൽ കമ്മിറ്റി കൂടുക. അപ്പോൾ CPMൻ്റെ സെക്രട്ടറി ഇത് പറയുകയാണ്, ഇപ്പോൾ വെളുപ്പിനെ 5 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൂടിയിരിക്കുന്ന ബാക്കി സഖാക്കളെല്ലാം കൂടി ശരിയാ, MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതം കേൾക്കാനുണ്ട്. ഈ രീതിയിലാണ് ചർച്ച പോവുക. അപ്പൊ അതിനകത്തൊന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഗൗരവപരമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. CPMൽ നിന്ന് നമ്മൾ അതല്ല പ്രതീക്ഷിക്കുന്നത്. CPMൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗൗരവമായി കണ്ടുകൊണ്ട് പുതിയ തലമുറ ഇതിന്റെ ഗൗരവസ്ഥിതി മനസ്സിലാക്കണം. നാട് കുട്ടിച്ചോറാവുകയാണ്. എന്തിനാണ് ഇപ്പോൾ നമ്മളൊരു വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെന്റുമായി MOU ഒപ്പിട്ട ശേഷം അത് പിൻവലിക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചു. എന്താണ് ഭയം? ആരെയാണ് ഭയക്കുന്നത്? വിദ്യാഭ്യാസ നയത്തിൽ ഇനി എന്തെങ്കിലും ഒരു തിരുത്തൽ വരുന്നുണ്ടെങ്കിൽ തിരുത്തൽ വരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്തില്ലേ? ഞാൻ തുറന്നു പറയാം. നമ്മുടെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക്കൽ ലെവലിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. അവർക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ കരിക്കുലത്തിനകത്ത് പെടുത്തിയിരിക്കുന്നതിനകത്ത് പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചിരിക്കുകയാണ് മാപ്പിള ലഹളയെക്കുറിച്ചും പിന്നെ അവിടെ നടന്ന കുറെ ഖിലാഫത്തിനെ കുറിച്ചും അത്തരം കുറെ കാര്യങ്ങൾ. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഖിലാഫത്തിൻ്റെ നേതാക്കളൊക്കെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരുന്നു, സ്വാതന്ത്ര്യ സമര നേതാക്കളായിരുന്നു, അവർ രാജ്യത്തിന് വേണ്ടി എന്തോ ചെയ്തു. എന്താണ് ഖിലാഫത്ത്? എന്തിനാണ് ഖിലാഫത്ത് രൂപം കൊണ്ടത്? ഖിലാഫത്ത് രൂപം കൊണ്ടതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവര് ലോകത്ത് മുഴുവൻ ഒരു കാലിഫേറ്റ് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഖിലാഫത്ത് രൂപം കൊള്ളുകയും അവർ തുർക്കിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മതാടിസ്ഥാനത്തിലുള്ള ഒരു നീക്കം മാത്രമായിരുന്നു അത്. അതിന് സ്വാതന്ത്ര്യ സമരമായി ഒരു ബന്ധവുമില്ല. കരിക്കുലത്തിൽ എന്താ കാണുന്നത്? ഈ പുതിയ തലമുറ എന്താ പഠിച്ചു വരുന്നത്? തെറ്റ്, അബദ്ധം. മാപ്പിള ലഹള എന്താ? നമുക്കറിയാം, വലിയൊരു ഹിന്ദു ജനവിഭാഗത്തെ പച്ചയ്ക്ക് കഴുത്ത് കണ്ടിച്ച് കിണറ്റി തള്ളി. എത്ര ചരിത്ര രേഖകൾ പറയുന്നു. പുതിയ തലമുറ എന്താ കരിക്കുലത്തിൽ പഠിക്കുന്നത്? അത് നഴ്സറി 1ാം ക്ലാസ് 2ാം ക്ലാസ് LP സ്കൂൾ വിദ്യാർത്ഥികളെ അല്ല ഈ തരത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളെ പോലും തെറ്റായ കരിക്കുലം കൊടുത്ത് പഠിപ്പിക്കുക. ഇപ്പോഴും അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അസൈൻമെന്റ് കാണണോ? അത് ബിരുദക്കാർക്കുണ്ട്, ബിരുദാനന്തര ബിരുദക്കാർക്കുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന സെമസ്റ്റർ അസൈൻമെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് CAA, സിറ്റിസൺസ് അമെൻമെന്റ് ആക്ട്, NRC, ഇത് രണ്ടും രാജ്യത്ത് മതത്തെ എങ്ങനെ തെറ്റായി വളച്ചൊടിച്ച് രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ തെളിവായി സമർത്ഥിക്കുക. വിദ്യാർത്ഥികൾ അത് ആ രീതിയിൽ സമർത്ഥിച്ച് കാണിച്ചെടുക്കണം. എങ്ങനെയാണ് ഈ CAA ഇന്ത്യ വിരുദ്ധതയാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരാകുന്നത്? എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരാകുന്നത്? അത് ആവശ്യമുള്ളതല്ലേ? ഇപ്പോൾ SIR നടക്കുന്നു, ആവശ്യമുള്ളതല്ലേ? ആ അവകാശം ഇന്ത്യക്കാർക്കുള്ള, ഇന്ത്യൻ ജനതയ്ക്കുള്ള, ഇന്ത്യൻ സിറ്റിസനുള്ള ഒരവകാശം മറ്റൊരുത്തൻ കവരാൻ ഇടയാകണം എന്നാണ് നമ്മുടെ നാട്ടിൽ LDF UDF പറയുന്നത്. അവര് കൈകോർത്താണ് അവർ പ്രമേയങ്ങൾ പാസ്സാക്കുക. അവർ പറയുന്നത് നടപ്പാക്കരുത്, ഇങ്ങനൊരു സാധനം ഇവിടെ വരരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അനർഹരായിട്ടുള്ള ആളുകൾ ഉണ്ടാകുകയും ഇന്ത്യൻ പൗരന് കിട്ടേണ്ട ജനാധിപത്യ വോട്ടവകാശം ഇന്ത്യക്കാരനല്ലാത്ത എങ്ങു നിന്നോ വന്ന കണ്ട തുലുക്കന്മാർക്ക് കൊടുക്കണമെന്ന് പച്ചയ്ക്ക് അവര് പ്രമേയം പാസ്സാക്കുക. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? എനിക്ക് തോന്നുന്നു കോടതികൾ പച്ചയ്ക്ക് ഇടപെടാതെ കഴിയില്ല ഇതിനകത്ത്. കാരണം കേരളത്തിലെ സ്ഥിതി നോക്കൂ, എന്ത് ചെയ്യാൻ കഴിയും? ജനാധിപത്യമാണോ നടക്കുന്നത്? ജനാധിപത്യമാണ്. കേരളം ജനാധിപത്യ രീതിയിൽ തന്നെയാണ്. പക്ഷേ ജനാധിപത്യ വിരുദ്ധമായ, ജനവിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ കാര്യങ്ങൾ പച്ചയ്ക്ക് നടപ്പാക്കിയെടുക്കാൻ അവർക്ക് കഴിയുന്നു. അവർക്ക് ഏത് രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു.
അവർ സ്കൂളിലും അല്ലെങ്കിൽ കോളേജിലും ഒക്കെ അഡ്മിഷൻ മേടിച്ച ശേഷം ആ സ്കൂളിൽ ബഹളമുണ്ടാക്കാനും ആ രീതിയിലേക്ക് അവരുടെ വരുതിയിലേക്ക് കൊണ്ടുവരാനും അവർ ശ്രമിക്കുന്നു. അതാണ് ഹിജാബിൽ നമ്മൾ കണ്ടത്. അതാണ് നമ്മൾ നിസ്കാരമുറി ആവശ്യപ്പെട്ടപ്പോൾ കണ്ടത്. ഈ ഈ ഹിജാബും തൊപ്പി വെക്കാനുള്ള അവകാശമൊക്കെ ശരിക്കും ഒരു യൂണിഫോം പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ യൂണിഫോം ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായി കൊണ്ടുപോകുന്ന ഒരു അക്കാഡമിക് ഒരു സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങളെ പിന്തുണയ്ക്കാനും സർക്കാർ തയ്യാറാവുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാഞ്ഞിട്ടല്ല, ആ മാനേജ്മെന്റിന്, സെന്റ് റീസാർസിലെ മാനേജ്മെന്റിന് അവർ പറയുന്നത് ശരിയാണ്. പല കോടതി ഉത്തരവുകളും നിലവിലുണ്ട്. അത് മുന്നോട്ട് പോയാൽ കോടതി ഇവർ ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ എടുത്ത് തെക്കോട്ട് കളയുമെന്ന് അറിയാഞ്ഞിട്ടല്ല. 10-35 സ്റ്റാഫും ഉണ്ട്, അവർ പറഞ്ഞു കൊടുക്കും ഇന്ന കോടതി ഉത്തരവുകളുണ്ട്. ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, രാഷ്ട്രീയമാണത്. പൊളിറ്റിക്സ് ഇവിടെ വഷളായ രീതിയിലേക്ക് മാറുന്നു. തെറ്റായ സംഹിതകളെ, തെറ്റായ രീതികളെ പിന്തുണച്ചുകൊണ്ട് അനർഹരാവിനെ പിന്തുണയ്ക്കുന്നതിലൂടെ കേരള രാഷ്ട്രീയം ഒരു അശ്ലീല രാഷ്ട്രീയമായി മാറിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശ്യാംബാബു അത്തരത്തിലേക്ക് വഷളായി കഴിഞ്ഞു. ഈ കാര്യത്തിനകത്ത് ഇപ്പൊ താമരശ്ശേരി ബിഷപ്പിന് ഇത്തരത്തിൽ ഒരു കത്ത് അയക്കുകയും അതിനു തൊട്ടു മുമ്പ് ഹാൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഇവിടെ ഹാലിളകിയതെന്ന് നമ്മൾ കണ്ടതാണ്. അതിനകത്തും താമരശ്ശേരി ബിഷപ്പിനോട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ആരോപണങ്ങൾ അന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ കോടതി ഇടയ്ക്ക് ഇടപെട്ട് അതിൻ്റെ ഇതൊക്കെ വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും അന്നും ആരോപണം വന്നിരുന്നു. ആ സംവിധാനം അത് തുറന്നു പറയാൻ മടിക്കുന്നുണ്ടായിരുന്നു എന്താണ് കാരണങ്ങളെന്ന്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ സിനിമയുടെ വരുന്ന ഫണ്ടിൽ എനിക്ക് മുന്നേ സംസാരിച്ച BJPയുടെ വ്യക്തമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഫണ്ടിനെ കുറിച്ച് അന്വേഷിക്കണം. ഇവർക്ക് എവിടുന്നാണ് ഇത്ര ഫണ്ട്? റിട്ടയർഡ് പോലീസ് ഓഫീസർ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഫണ്ട് വന്നാൽ അവർ ഈ നാട്ടിൽ ബോംബ് പൊത്തിക്കാനും കലക്കാനും ഒന്നും അവർ ഉപയോഗിക്കുന്നില്ല. അവർ ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വയോജനങ്ങളെ തീറ്റിപ്പോറ്റുക, സ്കൂളിനകത്തേക്കുള്ള അത്തരം കാര്യങ്ങൾ ചെയ്യുക. അത്തരം കാര്യങ്ങൾക്കാണ് ആ ഫണ്ട് വിനിയോഗിക്കാം. ഒരു തെറ്റായ രീതിയിലും ആ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു നിയമം കോമൺ ആയിട്ട് എല്ലാവർക്കും വരുമ്പം അതിൻ്റെ ഭാഗമായി ക്രിസ്ത്യൻ വിഭാഗത്തിനും ഫണ്ട് തടയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ഇവന്മാരുടെ ഫണ്ട് എത്താ തടയപ്പെടാത്ത? ഇന്ത്യ ഗവൺമെന്റ് വിചാരിച്ചിട്ട് പോലും തടയാൻ പറ്റുന്നില്ല. മറുവഴിയിലൂടെ ഹവാല ഇടപെടലുകളിലൂടെ എങ്ങനെയും അവരുടെ കയ്യിൽ പണം എത്തുന്നു. അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ശ്രീ കെനഡി കരിമ്പിൻകാലയിൽ. അതാണ് ശ്രീ നേരത്തെ ജോൺ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചത്. ഈ ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പോൾ അബ്ദുൾ റാഷിദ് PRO IDFI എന്നൊരു പേരിൽ ഒരാൾക്ക് കത്തെഴുതുകയാണ്. അപ്പോൾ ഈ ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? ആരാണ് ഈ അബ്ദുൾ റാഷിദ്? ഇയാൾ എന്താണ് ഈ IDFI എന്നുള്ള സംഘടന എന്താണ്? ഇത് PFI ആയിട്ട് എന്താണ് ബന്ധം? ഇതിലേക്കൊക്കെ അന്വേഷണം നടത്തേണ്ടത് ആരുടെ ചുമതലയാണ്? അവിടെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വരുന്നത്.